പാശ്ചാത്യ ശക്തികളുടെ അതിശക്തമായ സൈനിക നീക്കങ്ങൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ ഇറാൻ പൂർണ്ണമായും തകർന്നു എന്ന അമേരിക്കൻ അവകാശവാദങ്ങളുടെ മുനയൊടിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വൻ ശക്തികളുമായുള്ള നേരിട്ടുള്ള സൈനിക സംഘർഷം 136 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇറാന്റെ പ്രതിരോധ കോട്ടകൾക്ക് യാതൊരു ഇളക്കവും തട്ടിയിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ ഡ്രോൺ കരുത്തായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ഏതൊരു ആഗോള ശക്തിയെയും തകിടം മറിക്കാൻ പോന്ന ആയുധശേഖരവുമായി ഇപ്പോഴും യുദ്ധകളത്തിൽ സജീവമാണ്. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വരും വർഷങ്ങളിലും തളരാതെ പോരാടാൻ തങ്ങൾ സജ്ജരാണെന്ന കൃത്യമായ രാഷ്ട്രീയ സൈനിക സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ ലോകത്തിന് നൽകുന്നത്. 3000-ഓളം അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും 50,000-ത്തിലധികം ഡ്രോണുകളും ഇപ്പോഴും ഇറാന്റെ താവളങ്ങളിൽ പൂർണ്ണ സജ്ജമായി ഇരിപ്പുണ്ടെന്നാണ് അന്താരാഷ്ട്ര സൈനികർ വിലയിരുത്തുന്നത്. ഈ കണക്കുകളെ വെച്ചു നോക്കിയാൽ ഇറാൻ ഓരോ ദിവസവും ശത്രുക്കൾക്ക് നേരെ ഓരോ മിസൈലോ ഡ്രോണോ വീതം വിക്ഷേപിക്കാൻ തീരുമാനിച്ചാൽ പോലും അടുത്ത 8 വർഷത്തിലധികം കാലം ഈ യുദ്ധം യാതൊരു തടസ്സവുമില്ലാതെ തുടരാൻ അവർക്ക് സാധിക്കും. ഇറാന്റെ മിസൈൽ ശേഖരത്തിൽ വ്യത്യസ്ത ദൂരപരിധികളിലേക്ക് തൊടുത്തുവിടാൻ കഴിയുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയിലുള്ള ആയുധങ്ങളാണുള്ളത്. ശത്രുക്കളുടെ തൊട്ടടുത്തുള്ള സൈനിക താവളങ്ങളെ ലക്ഷ്യമിടാൻ കെൽപ്പുള്ള ഷഹാബ് ഫത്തേഹ് തുടങ്ങിയ ഹ്രസ്വദൂര മിസൈലുകൾ മുതൽ 2000-ത്തിലധികം കിലോമീറ്റർ ദൂരേക്ക് കുതിക്കാൻ ശേഷിയുള്ള ഖദർ, സജിൽ, ഗൊറാം ഷഹർ തുടങ്ങിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഇറാന്റെ പക്കലുണ്ട്. ഏകദേശം 500 കിലോമീറ്റർ വരെ പരിധിയുള്ള 1500-ഓളം ചെറിയ മിസൈലുകൾക്ക് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാന നഗരങ്ങളെയും തന്ത്രപ്രധാനമായ ലക്ഷ്യസ്ഥാനങ്ങളെയും വരെ കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള 300 മുതൽ 500 വരെ വൻകിട മിസൈലുകളും റവല്യൂഷണറി ഗാർഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുണ്ട്. ഇത് വെറും ഒരു പ്രതിരോധ കോട്ടയല്ല, മറിച്ച് ശത്രുരാജ്യങ്ങളുടെ ദൂരപ്രദേശങ്ങളിലേക്ക് നേരിട്ട് പ്രഹരമേൽപ്പിക്കാൻ തക്കവണ്ണം ആസൂത്രണം ചെയ്ത ആക്രമണ നിര തന്നെയാണ്. മിസൈലുകൾക്ക് പുറമെ ആഗോളതലത്തിൽ തന്നെ വലിയ തലവേദന സൃഷ്ടിക്കുന്നത് ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉൾപ്പെടെ തങ്ങളുടെ കരുത്ത് തെളിയിച്ച ഷാഹേദ് 136 പോലുള്ള കാമിക്കാസെ ഡ്രോണുകൾ വലിയൊരു ഭീഷണിയായി ഇപ്പോഴും നിലനിൽക്കുന്നു. ശത്രുക്കളുടെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന വ്യോമ പ്രതിരോധ മിസൈലുകളെ വെറും $20,000 മാത്രം നിർമ്മാണ ചെലവുള്ള ഇത്തരം ഡ്രോണുകളെ അയച്ച് ഇല്ലാതാക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ചെലവ് കുറഞ്ഞ ഇത്തരം ഡ്രോണുകൾ വൻതോതിൽ ഒരേ സമയം ശത്രുക്കളുടെ നേർക്ക് പറത്തിവിട്ട് അവരുടെ അത്യാധുനിക റഡാറുകളെയും മിസൈൽ പ്രതിരോധങ്ങളെയും പരാജയപ്പെടുത്തുന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. ഇത്തരത്തിലുള്ള 30,000-ഓളം ഡ്രോണുകൾ ഇറാന്റെ ആയുധപ്പുരകളിൽ ഇപ്പോഴും യുദ്ധത്തിനായി ഒരുക്കി നിർത്തിയിട്ടുണ്ട്. വർഷങ്ങളോളം നീണ്ടുനിന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് ഇറാൻ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആയുധശേഖരം സ്വന്തമായി നിർമ്മിച്ചതെന്ന കാര്യം വൻ ശക്തികളെ ഇപ്പോഴും കുഴക്കുന്നുണ്ട്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും അത്യാധുനിക ആയുധങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും മുന്നിൽ ഇറാൻ എളുപ്പത്തിൽ കീഴടങ്ങില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ കണക്കുകൾ ലോകത്തിന് നൽകുന്നത്. അത്യാധുനിക യുദ്ധവിമാനങ്ങളോ കപ്പലുകളോ വലിയ സൈനിക സന്നാഹങ്ങളോ ഇല്ലെങ്കിൽ പോലും ചെലവ് കുറഞ്ഞ ഡ്രോണുകളും അതിശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ഏത് വൻ ശക്തിയും സാമ്പത്തികമായും സൈനികമായും തളർത്താൻ ഇറാൻ സാധിക്കുമെന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ വ്യക്തമാകുന്ന യാഥാർത്ഥ്യമാണ്. ഈ അസമമായ യുദ്ധമുറ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളെ പോലും പ്രതിരോധത്തിലാക്കാൻ പോന്നതാണ്.